അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. മാഡം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. ഊർമിള മാഡം അല്ലേ? പറഞ്ഞ സമയത്ത് തന്നെ ആളെത്തിയിരിക്കും. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. എന്നാലും എന്തിനായിരിക്കും ഊർമിള മാഡം പെട്ടെന്നൊരു പ്രസ് മീറ്റ് വിളിച്ചത്? എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കും. കോൺഫറൻസ് കമ്പനി ഹാളിൽ വിളിച്ചുകൊണ്ട് എന്തെങ്കിലും ബിസിനസ് മാറ്റർ ആവാനാണ് സാധ്യത. എല്ലാവർക്കും എന്നെ മതി. ഭയങ്കരമായ ആള്. മാഡം, ദേശീയ ഗ്രൂപ്പിന്റെ പുതിയ പ്രോജക്റ്റ് വല്ലതും അനൗൺസ് ചെയ്യാനാണോ പെട്ടെന്നുള്ള ഈ പ്രസ് മീറ്റ്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. മാഡം, അടുത്ത ലോക്സഭാ ഇലക്ഷനിലെ ഒരു നാഷണൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ. വ്യവസായ മന്ത്രിസ്ഥാനം ഓഫർ ഉണ്ടെന്നും കേട്ടു. IPL കേരള ടീമിനെ വിലക്കെടുക്കാൻ പോവാന്നുള്ളൊരു ശ്രുതി ഉണ്ടല്ലോ മാഡം. എനിക്ക് പറയാനുള്ളത് പറയാനാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. പിന്നെ എന്തിനാ ചോദ്യങ്ങള്? എന്താടാ ഞാൻ വന്നത് പ്രശ്നമായോ? തമ്പുരാട്ടി ഒരു പ്രത്യേക ടൈപ്പാ. എനിക്ക് പറയാനുള്ളത് ബിസിനസിനെ കുറിച്ചോ ക്രിക്കറ്റിനെ കുറിച്ചോ ഒന്നുമല്ല. എന്റെ മകനെ കുറിച്ചാണ്, അർജുൻ ജയ്പാൽ ദേശായിയെ കുറിച്ച്. ഇന്നലെ രാത്രി മാഡം, ആൻ എമർജൻസി കോൾ ഫ്രം ഡൽഹി. ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോൾ. ഈ കമ്പനി മൾട്ടിനാഷണൽ കമ്പനി ആയിട്ട് ഉയരാൻ എന്താ കാരണം? എന്താ ഉറക്കം വരുന്നു. ഡിസിപ്ലിൻ. റിമെമ്പർ ദാറ്റ്. എത്ര ലജ്ജാവഹം. സോറി മാഡം. വിട്ടുകളിയാണ് നിന്നെ. മുൻകോപിയാ, ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ, അതൊന്നും പ്രശ്നമാക്കണ്ട. എക്സ്പോർട്ടിംഗ് ഡിവിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ മകനാണോ? അതെ, അർജുൻ. അർജുൻ ഇൻഡിപെൻഡന്റ് ഏതെങ്കിലും ഒരു കമ്പനി? അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം, പിന്നെ എന്റെ മകൻ സെക്സ്വാലിറ്റി വേണം. നോ, എന്റെ മകൻ വിവാഹിതനാവാൻ പോവാണ്. അതെ. ഏത് കോർപ്പറേറ്റീവ് ആയിരിക്കും വധു? ആ, ഇത്രേ അറിഞ്ഞാ മതി. ചില സമയത്ത് ഇവൻ ഓവറാവും. വേണു, റിലാക്സ് റിലാക്സ്. ഇതൊക്കെ എന്ത്? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ